തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധിച്ച് കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് UPA ഗവൺമെന്റ് നടപ്പിലാക്കി. അന്ന് പ്രതിപക്ഷത്തിരുന്ന BJP പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പിലാക്കണം. ഉൽപാദന ചെലവിൻ്റെ കൂടെ 50% ലാഭവും കൂട്ടിയുള്ള ചെലവില കാർഷിക ഉൽപ്പന്നങ്ങൾ നിശ്ചയിക്കണമെന്നതാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. അതിനെയാണ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പം നെല്ലിൻ്റെ താങ്ങുവില ഇന്ത്യ രാജ്യത്ത് 20 രൂപയാണ് 1 കിലോ നെല്ലിന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചുള്ള സംഭരണ വില. കർഷക സംഘം ഏരിയ സെക്രട്ടറി ഉമാശങ്കർ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് TN പ്രഭാകരൻ, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ് ചേലക്കര.